ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും ലാസ്റ്റ് മിനിറ്റിൽ ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് കുറച്ച് റീഫണ്ടെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുണ്ടോ? എന്നാൽ ഇനി അത് വർക്ക് ആവില്ല. ഇന്ത്യൻ റെയിൽവേസ് ക്യാൻസലേഷൻ റൂൾസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മാറ്റമാണ് മിക്ക ആളുകൾ ഇവിടെ അറിയാതെ പോകുന്നത്. ട്രെയിൻ ഡിപ്പാച്ചറിന്റെ 8 മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ ഒരു റീഫണ്ട് ലഭിക്കില്ല. പാർഷ്യൽ റീഫണ്ട് പോലില്ല, 0 റീഫണ്ട് ആണ്. സോ എങ്ങനെയായിരിക്കും പുതിയ സിസ്റ്റം ആക്ച്വലി വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇപ്പൊ ഡിപ്പാച്ചറിന്റെ 72 മണിക്കൂറിനുള്ളിൽ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ഇവിടെ ഓക്കെയാണ്. ചെറിയൊരു ഫ്ലാറ്റ് ഫീ അടച്ചാൽ മതി. ഇപ്പൊ എക്സിക്യൂട്ടീവ് ക്ലാസ്സിനാണെങ്കിൽ 250 പ്ലസ് GST, സ്ലീപ്പർ ആണെങ്കിൽ 120. ഇനിയിപ്പം ഡിപ്പാച്ചറിന്റെ 72 മണിക്കൂറിന്റെയും 24 മണിക്കൂറിന്റെ ഇടയ്ക്കാണ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് ഫെയറിന്റെ 25% ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി ഇവിടെ റീഫണ്ട് ചെയ്യും. ഇനിയിപ്പം 24 മണിക്കൂറിന്റെയും 8 മണിക്കൂറിന്റെ ഇടയ്ക്ക് ക്യാൻസൽ ചെയ്താൽ ടിക്കറ്റ് ഫെയറിന്റെ 50% ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി 50% ഇവിടെ റീഫണ്ട് ചെയ്യും. ഇനിയിപ്പം ഡിപ്പാച്ചറിന്റെ 8 മണിക്കൂറിനുള്ളിലാണ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ഇവിടെ തിരിച്ചു കിട്ടുന്നല്ല. സോ ഇവിടുത്തെ റൂൾ സിമ്പിൾ ആണ്. ട്രെയിൻ ഡിപ്പാച്ചറിന്റെ അടുത്ത് നിങ്ങൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ നഷ്ടം ഇവിടെ കൂടും. ഇപ്പൊ 8 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ റീഫണ്ട് ഒന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അടുത്ത തവണ നിങ്ങൾ ട്രാവൽ പ്ലാൻ മാറ്റുമ്പോൾ ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ ടൈം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പൊ അങ്ങനെയെങ്കിൽ പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ട്രാവൽ പാർട്ട്നേഴ്സ് ആയിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഗ്രോ മലയാളം കൂടി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം.